അച്ചടക്കം പഠിച്ച ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ. അത് അങ്ങനെ കൊള്ളാം, വേണം അത് പറയാൻ. കൊള്ളാം. ഓക്കെ. അപ്പോ അതിന്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും. അപ്പൊ ഇന്ന് ഓരോ പടി വെക്കുമ്പഴും, ഇന്ന് ബിജുവിന്റെ ഓരോ ജീവിതത്തിൽ നേട്ടങ്ങൾ വരുമ്പഴും എല്ലാം തീർച്ചയായിട്ടും എപ്പോഴും ആ ടീച്ചേഴ്സിന് നന്ദി പറയുന്നുണ്ടാവും അല്ലേ? തീർച്ചയായും നമ്മുടെ പേരൻസിനെ പോലെ തന്നെ ഉം. അവിടുത്തെ സ്കൂളിലെ അധ്യാപകര്, ഉം. അനധ്യാപകര് എല്ലാവരെയും ചേർത്ത് നിർത്തേണ്ട ഒരു കാലഘട്ടമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അവിടുത്തെ ഇത് ഞങ്ങൾ തിരിച്ചറിഞ്ഞത് എപ്പോഴാന്ന് വെച്ചാൽ, എന്നെ സംബന്ധിച്ച് ഞാൻ ചെറുപ്പം മുതൽ പഠിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു അധ്യാപക സ്ട്രെങ്ത് അവിടെയുണ്ട്. ഉം. അതിനുശേഷം ഈ അധ്യാപകരെല്ലാം റിട്ടയർഡ് ആയതിനു ശേഷം ഉം. അതേ സ്കൂളിന്റെ ചില കാഴ്ചകൾ അല്ലെങ്കിൽ ന്യൂസുകളൊക്കെ നമുക്ക് കേൾക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായി എന്തുകൊണ്ട് ഇതിപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത്. ഉം. ആ തിരിച്ചറിവ് അത് തീർച്ചയായിട്ടും ഏതൊരു കുട്ടികൾക്കും അവർക്ക് ഒരുപാട് പ്രചോദനമാകുന്ന ഒരുപാട് വലിയ വലിയ കാര്യങ്ങളാണ് പഴയ അധ്യാപകർ ചെയ്തിട്ടുള്ളത്. കാരണം ഇപ്പോൾ പല പല രീതിയിൽ അച്ചടക്കത്തിന്റെ പ്രശ്നങ്ങൾ അവിടെ വരുന്നുണ്ട്, ഉം. വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ചില സമയത്ത് ഇപ്പോൾ പേരൻസ് തന്നെ വലിയ രീതിയിൽ പി ടി എല്ലാം ഇടപെട്ടുകൊണ്ട് ഉം. അത് ക്ലിയർ ആക്കുന്ന രീതിയിലേക്ക് മുന്നേ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. അത് കുറച്ച് പേരുടെ ഉം. നിശ്ചയദാർഢ്യം എന്ന് തന്നെ പറയേണ്ടി വരും. ആ നിശ്ചയദാർഢ്യത്തിന്റെ ഫലമായിട്ട് ഒരുപാട് പേർക്ക് ഉം. നല്ല ജീവിതം ഉണ്ടായിട്ടുണ്ട്. ഉം.